സർ, നോർമലി നമ്മുടെ ഗർഭാശയത്തിൽ മുഴകൾ വരുന്നു. അതിന്റെ ഒരു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമൊക്കെ കേട്ടോണ്ടിരുന്ന ഓപ്പറേഷൻ ചെയ്ത് ഗർഭാശയം നീക്കം ചെയ്യണം. അതുകൂടി കേൾക്കുമ്പോൾ നമുക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു യൂട്രസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോഴാണ് നമുക്കൊരു നമ്മളൊരു ടെക്നിക്ക് കേട്ട് തുടങ്ങുന്നത്, അതായത് സർജറി കൂടാതെ ചെയ്തു കൊടുക്കുന്നു. അത് ഭയങ്കരമായിട്ടൊരു ആശ്വാസം തരുന്ന ഒരു കാര്യമാണ്. അതായത് യൂട്രസ് നിലനിർത്തിക്കൊണ്ട് ഓപ്പറേഷൻ ഇല്ലാതെ ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെയാണ് സാർ അങ്ങനെ ചെയ്യുന്നത്? സിംറ്റമാറ്റിക് ഫൈബ്രോയിഡ്സിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. എല്ലാ ഫൈബ്രോയിഡ്സും പിടിച്ച് നമ്മൾ ചികിത്സിക്കില്ല. ഹെവി ബ്ലീഡിങ്, ലോവർ അബ്ഡോമിനൽ പെയിൻ, അല്ലെങ്കിൽ കംപ്രഷൻ സിംറ്റംസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരാൾക്ക് കാണിച്ചു തുടങ്ങുകയാണ്. അത് മെഡിസിൻ കൊണ്ട് കൺട്രോൾഡ് അല്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകും. നേരത്തെ സർജറി ആയിരുന്നു, ഇപ്പോൾ സർജറി ഇല്ലാതെ എംബോളൈസേഷൻ ട്രീറ്റ്മെൻ്റ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ളത്. ഈ എംബോളൈസേഷൻ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത് പേഷ്യൻ്റെ ഞരമ്പിലൂടെ, നമ്മൾ ചെറിയ കയ്യിലെ അല്ലെങ്കിൽ കാലിലെ ഞരമ്പിലൂടെ നമ്മൾ ജസ്റ്റ് ചെറിയ സൂചി വെച്ച് എൻ്റർ ചെയ്ത്, ഈ ഹോട്ടലിലൊക്കെ വെച്ച് കുട്ടികൾക്ക് കളിക്കാൻ പസിൽസ് കാണല്ലോ, നമുക്ക് ഒരു വീട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ ട്രാക്കിലൂടെ പോയിട്ട് വരച്ച് ആ വീട്ടിലോട്ട് എത്തും. അതേപോലെ ഈ ഞരമ്പുകളൊക്കെ ബോഡിയിലെ ഓരോ ഭാഗത്തും കണക്റ്റഡ് ആണ്. നമ്മൾ ഈ കയ്യിലെ ഞരമ്പിലൂടെ കയറി ഈ ഫൈബ്രോയിഡിൻ്റെ ഈ യൂട്രസിന് സപ്ലൈ ചെയ്യുന്ന രക്തക്കോയലിൽ കയറി ആ ഫൈബ്രോയിഡ് മുഴ ഉണ്ടല്ലോ, അതിന് രക്തം കൊടുക്കുന്ന രക്തക്കോയലിൽ വരെ എത്തും. എന്നിട്ട് നമ്മൾ അതിൽ ആ രക്തോട്ടം ബ്ലോക്ക് ചെയ്യാനുള്ള മെഡിസിൻസ് ഇഞ്ചെക്ട് ചെയ്യും. അങ്ങനെ ആ ഫൈബ്രോയിഡിൻ്റെ രക്തോട്ടം കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം, ജസ്റ്റ് ഒരു മരത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു മരത്തിൻ്റെ വെള്ളം ഒഴിക്കൽ നിർത്തി കഴിഞ്ഞാൽ അത് കരിയാൻ തുടങ്ങും. അതേപോലെ തന്നെ ഉള്ളൂ, ഈ രക്തോട്ടം കട്ടാവുന്നതോടെ ആ ഫൈബ്രോയിഡ്, ആ മുഴ ചുരുങ്ങാൻ തുടങ്ങും. ഗ്രാജുവലി ഒരു 3 to 6 months എടുത്ത് അത് പതുക്കെ ചുരുങ്ങി അതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത് സൈസ് റെഡ്യൂസ് ചെയ്യുന്നതോടെ നമുക്ക് ഈ ഒരു സിംറ്റംസ് ഉണ്ടല്ലോ പേഷ്യൻസിന് ഉണ്ടാകുന്ന ഈ ബ്ലീഡിങ്, ഹെവി ബ്ലീഡിങ്, ലോവർ അബ്ഡോമിനൽ പെയിൻ, അതേപോലെ കംപ്രഷൻ സിംറ്റംസ്, ഇതെല്ലാം പതുക്കെ റിലീവ് ചെയ്യാൻ തുടങ്ങും. ഇതാണ് ഈ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻറ്റിനെ കംപ്ലീറ്റ്ലി മയക്കി ചെയ്യുന്ന ഒരു പ്രൊസീജിയർ അല്ല. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്ക് ആ യൂട്രസ് നമുക്കറിയാമല്ലോ, ഒരു ബ്ലഡ് സർക്കുലേഷൻ കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ ബോഡിയുടെ റെസ്പോൺസ് ഉണ്ടാകും. യൂട്രസിന് ഒരു കൺട്രാക്ഷൻ പെയിനൊക്കെ. അത് കാരണം ചിലർ 1 day സിവിയർ പെയിൻ ഉള്ളവരെ ഒരു 1 day കിടത്തും. അതല്ലെങ്കിൽ OP ബേസിസിൽ വന്ന് ചെയ്ത് അന്ന് തന്നെ പോകാവുന്നതാണ്. അപ്പൊ ഈ ഗർഭാശയ മുഴകളുള്ള സ്ത്രീകളെല്ലാവരും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളൊക്കെ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രൊസീജിയറിനെ പറ്റിയിട്ട് ഒന്ന് ചോദിക്കുക. അതായത് നമുക്ക് അത് അപ്ലിക്കബിൾ ആണോ എന്നൊന്ന് അന്വേഷിക്കുക. എന്നിട്ട് മാക്സിമം ഇത് തന്നെ ചെയ്യുക. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു യൂട്രസ് നിലനിർത്തിക്കൊണ്ട് പോകാന്നുള്ളത് വലിയൊരു കാര്യമാണ്.